channel. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പാർട്ടി വെയർ മേക്കപ്പ് ആണ് ചെയ്യാൻ പോകുന്നത്. കുറേ നാളായില്ലേ നമ്മൾ മേക്ക് ഓവർ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് ഞാൻ കുറച്ച് ബിസി ആയി പോട്ടെ. കുറച്ച് എക്സാംസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ബിസി ആയി പോയി. സോ അതുകൊണ്ടാണ് നമുക്ക് ഒരാഴ്ചത്തെ ഒരു ഗ്യാപ്പ് എടുക്കേണ്ടി വന്നത്. നമ്മുടെ വീഡിയോയിൽ ഒരു ന്യൂജൻ സ്റ്റൈലിലുള്ളൊരു ഡ്രസ്സിങ്ങും മേക്കപ്പും ഒക്കെയാണ്. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പെൺപിള്ളേർ ഒരു ഫംഗ്ഷന് പോകാൻ എങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്, അവർ ആഗ്രഹിക്കുന്ന പോലത്തെ ഒക്കെ ഉള്ളൊരു മേക്കപ്പാണ്. അപ്പോൾ ഈ ഡ്രസ്സിനെ പറ്റിയിട്ടും ഡ്രസ്സിൻ്റെ ഫുൾ വ്യൂവും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണുക. നമ്മുടെ വീഡിയോ വളരെ ഷോർട്ട് വീഡിയോ ആണ്, ഒരുപാട് ലെങ്തി അല്ല. സോ നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്നത്തെ പോലെ തന്നെ നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ് ഈ 3 സ്റ്റെപ്പോട് കൂടിയാണ് എന്നും നമ്മുടെ മേക്കപ്പ് അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഫേസ് ഓൾറെഡി ഞാൻ പയറുപൊടിയൊക്കെ വെച്ച് കടലമാവൊക്കെ യൂസ് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്തതാണ്. ഞാൻ പറയാറുണ്ടല്ലോ, ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്യാറില്ല, പകരം നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെയാണ് ഫേസ് വാഷ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് ടോണർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ടോണറായിട്ട് നമ്മൾ റോസ് വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. റോസ് വാട്ടർ TNWൻ്റെ റോസ് വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. മോയ്സ്ചറൈസറായിട്ട് നമ്മൾ ഫേസ് ഷോപ്പിൻ്റെ കൊളാജൻ മോയ്സ്ചറൈസറാണ് എടുക്കുന്നത്. ഇത് നല്ല അടിപൊളി മോയ്സ്ചറൈസർ ആട്ടോ. ഈ ഒരു മോയ്സ്ചറൈസർ വന്നിട്ട് കൂടുതലും നോർമൽ ടു ഡ്രൈ സ്കിന്നുകാർക്കാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് മോയ്സ്ചർ ചെയ്യുന്നുണ്ട്. ഒരു ലൈറ്റ് മോയ്സ്ചർ എഫക്റ്റ് അല്ല, അത്യാവശ്യം നല്ല രീതിയിൽ മോയ്സ്ചർ ആക്കി വെക്കുന്നുണ്ട്. അതായിട്ട് ഞാൻ ഇന്ന് പാക്കിൻ്റെ PSയുടെ പ്രൈമറാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് കൂടുതലും ഓയിലി സ്കിന്നുകാരെ ബേസ് ചെയ്തിട്ടുള്ളൊരു പ്രൈമറാണ്. പോഴ്സും അതുപോലെ തന്നെ കൂടുതലും ഓയിലി ആയിട്ടുള്ള സ്കിന്നുകാർക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രൈമറാണ്. ബട്ട് മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് പ്രൈമറാണ്. ഞാനെപ്പോഴും കൂടുതലും മാറ്റ് ഫിനിഷ് പ്രൈമറാണ് മേടിച്ച് വെച്ചിട്ടുള്ളത്. കാരണം മിക്ക ബ്രാൻഡ്സിൻ്റെ തന്നെ മാറ്റ് ഫിനിഷ് പ്രൈമർ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ബ്രൈഡ്സിന് വേണ്ടിയിട്ടൊക്കെ എപ്പോഴും നമ്മൾ മാറ്റ് ഫിനിഷ് പ്രൈമറാണ് യൂസ് ചെയ്യുക കൂടുതലും. കാരണം അവർക്ക് ആ മേക്കപ്പ് കൂടുതലും ലോങ് ലാസ്റ്റ് ചെയ്യണമല്ലേ. അപ്പോൾ എൻ്റെ കയ്യിൽ കൂടുതലും മാറ്റ് ഫിനിഷ് പ്രൈമേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഈ PSയുടെ ഒരു പ്രൈമറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു അഫോർഡബിൾ റേറ്റിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൈമറാണ് നമുക്ക് കിട്ടുന്നത്. ഇതിന് ഏകദേശം വന്നിട്ട് 845 രൂപയാണ് ഇതിൻ്റെ വില. ഈ ഒരു വില കൊണ്ടിട്ട് നമുക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്രൈമർ ഇതേ നമ്മളൊരു പാലറ്റിൽ എടുത്തിട്ടുണ്ട്. നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഷുഗറിൻ്റെ ഫൗണ്ടേഷൻ ബ്രഷാണ്. ഇതിൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ഞാൻ പർച്ചേസ് ചെയ്തതാണ്. അത്യാവശ്യം നല്ല അടിപൊളി ബ്രാൻഡാണ് ഷുഗർ. നല്ല ബ്രാൻഡാണ്, നല്ല അഫോർഡബിൾ ആണ്, അതുപോലെ നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഷുഗറിൻ്റെ പ്രോഡക്റ്റ്സ് എനിക്ക് ഒത്തിരി ഫേവറേറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് പ്രൈമർ അപ്ലൈ ചെയ്യാം. പ്രൈമർ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും താഴേക്ക് അപ്ലൈ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്യാൻ ഇഷ്ടമില്ലാത്തൊരു കൈ വെച്ചാണെങ്കിലും അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ പ്രൈമർ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട 2 കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമർ നമ്മളെപ്പോഴും താഴേക്ക് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ പ്രൈമർ അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പം തന്നെ അടുത്ത പ്രോഡക്റ്റ്സ് എടുത്തിടരുത്. അപ്പോൾ ഈ പ്രൈമറൊക്കെ ഒന്ന് സെറ്റായി അതിൻ്റെ മുകളിലേക്ക് വേണം നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മൾ സ്കിൻ കറക്റ്ററാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. സ്കിൻ കറക്റ്റർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ ഡാർക്ക് സ്പോട്ടും ഡാർക്ക് സർക്കിൾസും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഒരു കളർ കറക്റ്റർ യൂസ് ചെയ്ത് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതോടെ നമ്മുടെ ആ ഒരു പാടുകളൊക്കെ മാറി അതൊക്കെ കൺസീലായി നമ്മുടെ ഫേസ് നല്ല വൃത്തിയാവാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ മാക്കിൻ്റെ കൺസീലർ പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. ഈ പാലറ്റിൽ തന്നെ ഒരു ബ്രൗണും യെല്ലോ ഷെയ്ഡ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ എൻ്റെ ഡാർക്ക് സർക്കിളൊക്കെ കറക്റ്റ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി എനിക്ക് വേണ്ടത് ഒരു ഓറഞ്ച് ഷെയ്ഡാണ് കറക്റ്റർ വേണ്ടത്. അപ്പോൾ ഈ പാലറ്റിൽ അതില്ല. അതുള്ള പാലറ്റ് മാക്കിൻ്റെ പാലറ്റ് ഉണ്ടാവും, അത് പർച്ചേസ് ചെയ്താലും മതി. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ 2 കളേഴ്സ് മിക്സ് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ടൊരു സ്പാച്ചുല എടുത്ത് കുറച്ച് ബ്രൗണും കുറച്ച് യെല്ലോയും കൂടെ ഞാനിങ്ങനെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ പാലറ്റിൽ ഞാനിത് മിക്സ് ചെയ്യാൻ പോവാണ്. എന്തോ ഒരു ലൈറ്റ് ഓറഞ്ച് പോലത്തെ ഒരു ഷെയ്ഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക.
കളറിൻ്റെ ഫിക്സിങ് പൗഡർ യൂസ് ചെയ്ത ഈ ഒരു കറക്റ്റർ നമ്മൾ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാൻ പോകണം. ലൈറ്റായിട്ട് നമ്മളൊന്ന് പൗഡർ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അധികം ഹെവി പൗഡർ എടുത്തിടണ്ട. അപ്പോൾ ഒരുപാട് ഹെവി പൗഡർ എടുത്തിടുമ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ വളരെ കേക്കി ആയി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ ലൈറ്റായിട്ട് ഇങ്ങനെ പൗഡർ സെറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ ലൈറ്റായിട്ട് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ഒരു ഐ ഷാഡോ ബ്രഷിൽ കുറച്ച് പൗഡർ മാത്രമേ എടുത്തിട്ട് ഡസ്റ്റ് ഔട്ട് ചെയ്ത് കളയണം മാക്സിമം. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം അടുത്തായിട്ട് നമ്മൾ ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്ന ആ ഒരു പോർഷൻ നമ്മൾ കൺസീലർ വെച്ച് നല്ല കവറേജ് കൊടുക്കുകയാണ് കണ്ണിൻ്റെ ആ ഏരിയയിൽ. കൺസീലറായിട്ട് ഹ്യൂഡ ബ്യൂട്ടിയുടെ കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. ഹ്യൂഡ ബ്യൂട്ടിയുടെ ഗ്രാനോല എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. പാക്കിൻ്റെ ഐബ്രോ ജെല്ലാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. പാക്കിൻ്റെ ഈ ഒരു ഐബ്രോ ജെൽ അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് വാൾനട്ട് വാക്സ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഒരു ബ്രൗണിഷ് ബ്ലാക്ക് എന്ന് പറയാം. നല്ലൊരു കളറാണ്, അധികം ജെറ്റ് ബ്ലാക്ക് അല്ല. നല്ലൊരു ആംഗുലർ ബ്രഷ് എടുത്തിട്ടാണ് ഞാനിത് ഡ്രോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ക്രീമി ടെക്സ്ചറാണ് ഇതിൻ്റെ. നമ്മുടെ ഐബ്രോസ് ഇതേ ഫിനിഷായി. നല്ലൊരു ടെക്സ്ചറാണ്, ഒരു ക്രീമി ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ ഡ്രോ ചെയ്യാൻ വളരെ ഈസിയാണ്. ഡ്രോ ചെയ്താൽ തന്നെ അടിപൊളി ഫിനിഷിംഗ് ആണ്. നല്ല വരച്ചു വെച്ച പോലെ നല്ല ഭംഗിയായിട്ടിരിക്കും. ഷാഡോയുടെ ഞാനൊരു ബ്രൗൺ ഐസാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനായിട്ട് നമ്മൾ ലൈറ്റ് ബ്രൗണിൽ നിന്നാണ് തുടങ്ങുന്നത്. ലൈറ്റ് ബ്രൗൺ കളർ അപ്ലൈ ചെയ്ത് പയ്യെ ഡെവലപ്പ് ചെയ്തത് ഡാർക്ക് ബ്രൗണിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സാൻഡൽ വുഡ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ ഈ വ്ലോഗ് സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മേക്കപ്പ് പഠിക്കാനും കൂടി വേണ്ടിയിട്ട് നല്ലൊരു ചാൻസ് ആണ് നിങ്ങൾക്ക്. വളരെ കുറച്ച് മാത്രം ഐ ഷാഡോ പൗഡർ എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ ഐ ഷാഡോ പാലറ്റിൽ ലൈറ്റ് ബ്രൗൺ എന്ന് പറയുന്ന ഒരു ഷെയ്ഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഏത് ഐ ഷാഡോ ലുക്ക് ചെയ്യുവാണെങ്കിൽ തന്നെ നമ്മൾ ആദ്യമേ ലൈറ്റ് ബ്രൗണിലായിരിക്കും എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക. അവിടെ നിന്നാണ് പിന്നെ കളർ ഡെവലപ്പ് ചെയ്ത് വരിക. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. എല്ലാവരും അങ്ങനെയാണെന്ന് അറിയില്ല, എന്നാലും മോസ്റ്റ്ലി എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റ് ബ്രൗൺ കളറ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിങ്ങനെ ഒരു ആപ്ലിക്കേറ്റർ ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ശേഷം ഈ ബ്ലെൻഡിങ് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് കുറച്ചുകൂടി ഒരു ഡാർക്ക് ബ്രൗൺ കൊക്കോ എന്ന് പറയുന്ന ഒരു ഷെയ്ഡിലേക്ക് പോകാം. അത് കുറച്ചുകൂടി ഡാർക്ക് ബ്രൗൺ ആണ്. പ്ലോട്ടിൻ്റെ ഐജലാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ തെറ്റിപ്പോകാതിരിക്കുക ഏറ്റവും നല്ലൊരു വഴിയാണ് ചെറിയൊരു പെൻസിൽ ബ്രഷ് എടുത്തിട്ട് ഈ കണ്ണിൻ്റെ ഔട്ടർ കോർണറിൽ നിന്ന് ഐബ്രോയിലേക്ക് ഒന്ന് വരയ്ക്കുക. കണ്ടോ, ഫൗണ്ടേഷൻ കൊണ്ട് തന്നെയാണ് വരച്ചിരിക്കുന്നത്. വരച്ചു. ഇനി നമ്മൾ കണ്ണെഴുതാൻ പോവാണ്. ഐജൽസിനേക്കാളൊക്കെ ഒരുപാട് ഡിഫൈൻഡ് ആണ് കേട്ടോ ഈ ഒരു ഇങ്ക്ലോട്ടിൻ്റെ ഐജല്. നമ്മൾ എന്ത് ഈസി ആയിട്ടാണ് നമ്മൾ കണ്ണ് ഡ്രോ ചെയ്തെടുത്തതെന്ന് നോക്കിയാൽ എന്ത് ഈസി ആയിട്ടുള്ള വേ ആണെന്നറിയോ. ഫൗണ്ടേഷൻ വെച്ചിട്ട് ചെറിയൊരു ലൈൻ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ കണ്ണിൻ്റെ ടെയിലൊക്കെ വരച്ചെടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് തെറ്റാതെ വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഈ കണ്ണ് നമുക്ക് ചെയ്യാം. മാക്കിൻ്റെ മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. പുതിയ അതിഥി എന്ന് പറയുന്നത് ടു ഫേസ്ഡിൻ്റെ ഫൗണ്ടേഷനാണ്. ടു ഫേസ്ഡിൻ്റെ ബോണ്ട് ദിസ് വേ അൺഡിറ്റക്റ്റബിൾ മീഡിയം ടു ഫുൾ കവറേജ് ഫൗണ്ടേഷൻ, ഓയിൽ ഫ്രീ ഫൗണ്ടേഷനാണ്. അതായത് മാറ്റ് ഫൗണ്ടേഷനാണ്. ഒരു അടിപൊളി ഫൗണ്ടേഷനാണ്. എൻ്റെ സ്കിൻ കളറാണ്. ഇതിൻ്റെ സ്കിൻ ഷെയ്ഡ് വന്നിട്ട് വാം ബേജ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഇത് എന്തുകൊണ്ട് എൻ്റെ സ്കിന്നിന് പറ്റിയ ഒരു ഫൗണ്ടേഷനാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. നല്ലൊരു നാച്ചുറൽ ഫിനിഷിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫിനിഷിംഗ് ആണെന്ന്. ഇതിൻ്റെ ഒരു പ്രൈസ് വന്നിട്ട് ഏകദേശം ഒരു 3000 ആ ഒരു റേഞ്ചിൽ വരുന്ന ഒരു ഫൗണ്ടേഷൻ ആണ്. ഒരു ബോട്ടിലിന് വളരെ കുറച്ച് മതി കേട്ടോ. ഒരു ഫേസിന് വേണ്ടിയിട്ട് ഒരു ഡ്രോപ്പ് മതി. ബോബി ബ്രൗണിൻ്റെ കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ലൈറ്റായിട്ട് മാത്രം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ.
കാജൽ എഴുതി കൊടുക്കണം. മെബിലിൻ ന്യൂ ഇയർ കൊളോസൽ കാജലാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. പിന്നെ പ്രിപ്പ് ആൻഡ് പ്രൈമാണ് യൂസ് ചെയ്യുന്നത്. ലിപ് ലൈനറായിട്ട് കളർ ബാറിൻ്റെ ചോക്ലേറ്റ് ബ്രൗൺ ലിപ് ലൈനറാണ് യൂസ് ചെയ്യുന്നത്. ബ്യൂട്ടിയുടെ തേർഡ് ഡേറ്റ് എന്ന് പറയുന്ന ഒരു അടിപൊളി ലിപ്സ്റ്റിക് ആണ്. അടുത്തായിട്ട് നമ്മൾ പാക്കിൻ്റെ ക്രീം ബ്ലഷറാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. 01 ഷെയ്ഡാണ്. അടിപൊളി ഒരു പിങ്കിഷ് പീച്ച് ഷെയ്ഡാണ്. ഫിക്സിംഗ് സ്പ്രേ എടുത്ത് പോർഫെഷണലിൻ്റെ സൂപ്പർ സെറ്റർ എന്ന് പറയുന്ന ഫിക്സിംഗ് സ്പ്രേ ആണ് യൂസ് ചെയ്യുന്നത്. മൈൽഡ് ആയിട്ടുള്ള മിസ്റ്റ് ആണ് ഇതിൽ നിന്ന് വരുന്നത്. നല്ല സൂപ്പർ സ്റ്റേയിങ് പവർ ഉള്ള ഒരു അടിപൊളി ഫിക്സിംഗ് സ്പ്രേ ആണ്. അപ്പോൾ നമ്മൾ ഹൈലൈറ്റർ അപ്ലൈ ചെയ്തിട്ടില്ലായിരുന്നു. ഹൈലൈറ്റർ നമ്മൾ ഫിക്സിംഗ് സ്പ്രേ യൂസ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യാമെന്ന് വെച്ചു. കാരണം കൂടുതലും നമ്മൾക്കൊരു ഗ്ലോ കിട്ടാനും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഹൈലൈറ്റർ കുറച്ചുകൂടി സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കാനും അതാണ് ഏറ്റവും നല്ലത്. വളരെ ലൈറ്റായിട്ട് മൈൽഡായിട്ടാട്ടോ ഞാൻ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഈ ഹൈലൈറ്റർ എന്തിനാണ് അപ്ലൈ ചെയ്യുന്നത്? ഒരു നാച്ചുറൽ ഗ്ലോ കിട്ടാനാണ്. നമുക്ക് നമ്മുടെ ഫേസിനൊരു ഒരു നാച്ചുറൽ ഗ്ലോ എന്നൊക്കെ പറയില്ലേ, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഇന്നത്തെ നമ്മുടെ മേക്കപ്പ് ലുക്ക് ഇവിടെ കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. ഇതിന് ചേരുന്ന ആക്സസറീസ് കൂടി നമുക്ക് ഇടണം, എന്നാലും നമ്മുടെ മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആകത്തുള്ളൂ അല്ലേ. ഇതൊരു ഓക്സിഡൈസഡ് ഗോൾഡൻ ടൈപ്പ് ജിമിക്കാണ്. അപ്പോൾ ഈ ഒരു ഡ്രസ്സിലാണേലും വന്നിരിക്കുന്നത് ചെറിയ ചെറിയ എംബ്രോയ്ഡറീസ് ആണെങ്കിലും ഒരു ഓക്സിഡൈസഡ് ഗോൾഡൻ എംബ്രോയ്ഡറിയാണ് വന്നിരിക്കുന്നത്. 2 വളയാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ മേക്കപ്പ് ലുക്ക്? എല്ലാവർക്കും ഇഷ്ടമായി? അപ്പോൾ എല്ലാവരും ഐ ആം ദിവ്യ ബ്രിൻഡോ എന്നെൻ്റെ ഫേസ്ബുക്ക് പേജും ദിവ്യ ബ്രിൻഡോ എന്നെൻ്റെ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ദിവ്യ ബ്രിൻഡോ എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ. അപ്പോൾ ഈ ഒരു ചുരിദാർ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് തെരേസ ബൊട്ടിക്കിലാണ്. തൊടുപുഴ തന്നെയുള്ള ബൊട്ടിക്കാണ്. അപ്പോൾ ഇത് സ്ലീവ്ലെസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ മെറ്റീരിയലാണെങ്കിലും നല്ലൊരു സിൽക്ക് മെറ്റീരിയലിൽ ചെറിയ ചെറിയ ഗോൾഡൻ എംബ്രോയ്ഡറീസ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഷോൾ നമ്മൾ പ്രത്യേകം കളർ ചെയ്തെടുത്തതാണ്. ആ ടോപ്പിനും അതുപോലെ തന്നെ പാൻറ്റിനും കോൺട്രാസ്റ്റ് ആയിട്ട് നമ്മൾ കളർ ചെയ്തെടുത്തതാണ്. അതുപോലെ ഈ പാൻറ്റ് വന്നിട്ട് നല്ലൊരു പെൻസിൽ ബോട്ടം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ബ്ലൂ ആൻഡ് പർപ്പിൾ കളർ നല്ലൊരു കോൺട്രാസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഈ ഒരു ചുരിദാറിൻ്റെ കോൺട്രാസ്റ്റിൽ തന്നെയാണ് നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡിൽ വള്ളിയും അതുപോലെ തന്നെ അതിലുള്ള ഹാങ്ങിങ്സും ഒക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ചുരിദാർ ഇടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്ക് സൈഡിൽ സിബ് വെച്ചിട്ടുണ്ട്, ഫ്രണ്ടിൽ യോക്ക് വെച്ചിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പാൻറ്റ് പെൻസിൽ ബോട്ടം ആയതുകൊണ്ട് തന്നെ സിബ് വെച്ചിട്ടുണ്ട് ഇടാനുള്ള എളുപ്പത്തിന്. അതുപോലെ തന്നെ വളരെ നൈസായിട്ടാണ് അവർ ആ ചുരിദാർ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന. ബാക്കിലെ ഹാങ്ങിങ്സ് ഒക്കെ ആണെങ്കിലും വളരെ ഫിനിഷിംഗ് ആണ്. എനിവേ ചുരിദാർ എനിക്ക് ഒരുപാട് ഇഷ്ടമായി, അടിപൊളിയായിട്ട് എനിക്കിഷ്ടമായി.